ഹലോ, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാ വീഡിയോയിലും ഞാൻ എൻ്റെ പേര് പറയുന്നത് കൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ തൊട്ട് എൻ്റെ ഇൻട്രോ ഒന്ന് മാറ്റിപ്പിടിക്കുവാണ്. ഏപ്രിൽ മാസം കഴിഞ്ഞല്ലോ, മെയ് മാസത്തെ മൂവി റിലീസിനെ പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് പറയാനുള്ളത് മെയ് 1 റിലീസാവാനിരിക്കുന്ന ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്ത മലയാളി ഫ്രം ഇന്ത്യ എന്ന മൂവിനെ പറ്റിയാണ്. അഭിനയിച്ചിരിക്കുന്നത് ആരൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാം. നിവിൻ പോളി, ധ്യാൻ ശ്രീനിവാസൻ, അനശ്വര രാജൻ എന്നിവരാണ് ഇതിന്റെ മെയിൻ ക്യാരക്ടേഴ്സ് ചെയ്യുന്നത്. എങ്ങും പിടിതരാത്ത ഒരു സ്റ്റോറി ലൈനപ്പാണ് ഇപ്പോൾ നിലവിൽ കാണുന്നത്. ടീസറും ട്രെയിലറൊക്കെ ഇറങ്ങി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. കോമഡി മൂവിയാണെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ത്രില്ലർ സെറ്റപ്പിലോട്ട് മാറുന്ന ഒരു ടൈപ്പാണ് ഇപ്പം കാണുന്നത്. മെയ് 3 നമുക്ക് അടുത്ത റിലീസ് ഉള്ളത്. ജീൻ പോൾ ലാൽ ഡയറക്റ്റ് ചെയ്യുന്ന, ടൊവിനോ തോമസ് അതുപോലെ സൗബിൻ ഷാഹിർ, ഭാവന എന്നിവർ അഭിനയിക്കുന്ന നടികർ എന്ന മൂവിയാണ്. എങ്ങും പിടിതരാത്തൊരു സ്റ്റോറി പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. തമിഴിൽ നിന്ന് വരുന്ന അരൺമനൈ 4 ആണ് അടുത്ത മൂവി. സുന്ദർ സിയാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. ഹിപ്പ് ഹോപ്പ് തമിഴയാണ് മ്യൂസിക്കും ചെയ്തിരിക്കുന്നത്. ഒരു ഹൊറർ കോമഡി മൂവി കാറ്റഗറിയിലോട്ടാണ് അരൺമനൈ സീരീസുകളെല്ലാം വന്നിട്ടുള്ളത്. അപ്പം ഈ ഒരു മൂവിയും അങ്ങനെ തന്നെ ആകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 3-ാം തീയതിയാണ് മൂവി റിലീസ് ആവുന്നത്. പിന്നീട് വരാനുള്ളത് തമിഴിലെ ഒരു കൊച്ചു മൂവിയാണ്. കുരങ്ങ് പെടൽ എന്നാണ് മൂവിയുടെ പേര്. കമലാക്കണ്ണനാണ് മൂവി ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ശിവകാർത്തികേയനാണ് മൂവി പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്തിരുന്ന മുൻപത്തെ മൂവിയായ കൂട്ടുക്കാളി എന്ന മൂവി അത്യാവശ്യം നല്ല റെസ്പോൺസ് ഒക്കെ നേടിയിരുന്നൊരു മൂവിയാണ്. അപ്പം അതുപോലെ തന്നെ ആയിരിക്കും ഈ ഒരു മൂവിയിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ശേഷം വരാനുള്ളത് ഡേവിഡ് ലീച്ച് സംവിധാനം ചെയ്യുന്ന, റയാൻ ഗോസ്ലിംഗ് മെയിൻ ക്യാരക്ടറായിട്ട് വരുന്ന ദ ഫോൾ ഗായ് എന്ന മൂവിയാണ്. ഇതും മെയ് 3 റിലീസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് റിലീസ് വരുന്നത് മെയ് 10 അതിന് നമുക്ക് ഫസ്റ്റ് പറയാനുള്ളത് കിങ്ഡം ഓഫ് ദ പ്ലാനറ്റ് ഓഫ് ദ ഏപ്സ് എന്ന മൂവിയാണ്. ഒത്തിരി എക്സ്പെക്ടേഷൻ ഉള്ള ഒരു മൂവിയും കൂടിയാണ്. മാക്സിമം തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുന്ന ഒരു മൂവിയും കൂടിയാണ്. വെസ്ബോൾ ആണ് മൂവി ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല മൂവി ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. മെയ് 10 തന്നെ മലയാളത്തിൽ നിന്ന് വരാനിരിക്കുന്നത് പെരുമാനി എന്നൊരു മൂവിയാണ്. സണ്ണി വെയിൻ, വിനയ് ഫോർട്ട് എന്നിവരെ മെയിൻ ക്യാരക്ടർ ആക്കിക്കൊണ്ട് വരുന്ന മൂവിയാണ് പെരുമാനി. വിനയ് ഫോർട്ടിന്റെ ഒരു മേക്ക് ഓവറൊക്കെ അത്യാവശ്യം ഹിറ്റ് ആയിരുന്നു. ഒരു ചെറിയൊരു മീശയൊക്കെ വെച്ചിട്ടുള്ളത് ആ ഒരു മൂവിയാണ്. ഹിന്ദിയിൽ നിന്നുള്ള മൂവിയാണ് അടുത്തത്. ശ്രീകാന്ത് എന്നാണ് മൂവിയുടെ പേര്. രാജ്കുമാർ റാവു ആണ് അതിൽ മെയിൻ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. ശേഷം മലയാളത്തിൽ നിന്ന് മാരിവില്യൻ ഗോപുരങ്ങൾ, അത് കഴിഞ്ഞ മാസം റിലീസാകുമെന്ന് പറഞ്ഞ മൂവി ഇപ്പോൾ നിലവിൽ മെയ് 10 റിലീസാക്കുമെന്ന് പറയുന്നത്. ഇന്ദ്രജിത്ത്, സർജാനോ ഖാലിദ്, വിൻസി അലോഷ്യസ്, ശ്രുതി രാമേന്ദ്രൻ എന്നിവരെ മെയിൻ ക്യാരക്ടർ ആക്കിക്കൊണ്ട് അരുൺ ബോസ് സംവിധാനം ചെയ്ത മൂവിയാണ് മാരിവില്യൻ ഗോപുരങ്ങൾ. അതും മെയ് 10 റിലീസാവുന്നത്. പിന്നീട് വരാനുള്ളത് മലയാളത്തിൽ നിന്ന് തന്നെയുള്ള ഗാർഡിയൻ ഏഞ്ചൽ എന്നൊരു മൂവിയാണ്. സാജു ദാസ് എന്നാണ് ഡയറക്ടറിന്റെ പേര്. അദ്ദേഹം തന്നെയാണ് ആക്ട് ചെയ്തിരിക്കുന്നതും. രാഹുൽ മാധവും മൂവിയിലൊരു മെയിൻ ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. സന്താനത്തിന് മെയിൻ ക്യാരക്ടർ ആക്കിക്കൊണ്ട് ഇറങ്ങുന്ന ഇങ്ക നാൻ താൻ കിങ് എന്നൊരു മൂവിയാണ് തമിഴിൽ നിന്ന് ഇറങ്ങാനുള്ളത്. ഡി ഇമ്മനാണ് അതിന് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ശേഷം മെയ് 16 റിലീസ് ഉള്ളത്. മലയാളത്തിൽ നിന്ന് മെയ് മാസം റിലീസാകുന്ന, ഞാൻ കൂടുതലും എക്സ്പെക്ട് ചെയ്യുന്നൊരു മൂവി, ഗുരുവായൂരമ്പല നടയിൽ നിന്നാണ് മൂവിയുടെ പേര്. പൃഥ്വിരാജ്, ബേസിൽ ജോസഫ്, അനശ്വര രാജൻ, നിഖില വിമൽ എന്നിവരെ മെയിൻ ക്യാരക്ടർ ആക്കിക്കൊണ്ട് ജയ 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 ഹേ ഒക്കെ ചെയ്ത് വിപിൻ ദാസ് ഡയറക്റ്റ് ചെയ്യുന്ന മൂവിയാണ് ഗുരുവായൂരമ്പല നടയിൽ. മ്യൂസിക് ചെയ്തിരിക്കുന്ന അങ്കിത് മേനോനാണ്. ടീസർ ഒക്കെ കണ്ടിട്ടൊരു കോമഡി എന്റർടൈനർ ആണെന്നാണ് എൻ്റെ പ്രതീക്ഷ. മാത്രമല്ല മൂവിയിൽ ഗുരുവായൂരമ്പലം പൂർണ്ണമായിട്ടും സെറ്റിട്ടു എന്നാണ് കേൾക്കുന്നത്. അറിയില്ല, എന്താണെങ്കിലും അത് മെയ് 16 നമുക്ക് കണ്ടറിയാം. എന്നാൽ താൻ കേസുകോട് എന്ന മൂവിയുടെ 2 മെയിൻ ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള സുരേഷനും സുമലതയും അവരുടെ പ്രണയകഥയുടെ ഒരു സ്പിൻ ഓഫ് ആക്കിക്കൊണ്ട് വരുന്ന ഹൃദയഹാരിയായ പ്രണയകഥ എന്നൊരു മൂവിയാണ്. ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് രതീഷ് ബാലകൃഷ്ണ പൊതുവാളാണ്. രാജേഷ് മാധവനും ചിത്ര നായരുമാണ് അതിലെ മെയിൻ ക്യാരക്ടർ ചെയ്യുന്നത്. അവർ തന്നെ ആയിരുന്നു സുരേഷനും സുമലതയായിട്ട് വന്നിട്ടുള്ളതും. ഡോൺ വിൻസെന്റ് ആണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. മെയ് 17 ഹോളിവുഡിൽ നിന്ന് ഇറങ്ങുന്ന ഒരു മൂവി, ദ സ്ട്രേഞ്ചേഴ്സ് ചാപ്റ്റർ 1 ആണ് മൂവിയുടെ പേര്. ഒരു ഹൊറർ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നൊരു മൂവിയാണ്. അന്നേ ദിവസം തന്നെ ഇഫ് എന്നുള്ളൊരു മൂവി ഇറങ്ങുന്നുണ്ട്. റയാൻ റെയ്നോൾഡ്സ് ആണ് അതിന്റെ മെയിൻ ക്യാരക്ടർ ചെയ്യുന്നത്. പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരമാണെങ്കിൽ അതിനുശേഷം റിലീസാവുന്ന മൂവി മലയാളത്തിൽ നിന്നുള്ള ടർബോ ആയിരിക്കും. മെയ് 23 റിലീസ് പറഞ്ഞിരിക്കുന്നത്. മമ്മൂക്കേനെ നായകനാക്കി വൈശാഖ് സാർ സംവിധാനം ചെയ്യുന്ന മൂവിയാണ് ടർബോ. എല്ലാവർക്കും അറിയായിരിക്കും, ഒരു പക്ക ആക്ഷൻ മാസ് എന്റർടൈനർ മൂവി ആയിരിക്കും. മെയ് മാസത്തിൽ തന്നെ ഞാൻ തിയേറ്ററിൽ പോയി കാണണം എന്ന് ആഗ്രഹിക്കുന്ന, ഏറ്റവും കൂടുതൽ എക്സ്പെക്ടേഷനോട് കൂടിയുള്ള മറ്റൊരു മൂവിയും കൂടിയാണ് ടർബോ. അതിനുശേഷം റിലീസ് പറയുന്നത് ആസിഫ് അലി, ബിജു മേനോൻ കൂട്ടുകെട്ടിൽ വരുന്ന ജിസ് ജോയ് ഡയറക്റ്റ് ചെയ്യുന്ന തലവൻ എന്നൊരു മൂവിയാണ്. മൂവി റിലീസ് കൺഫേം ആയിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. മെയ് 24 റിലീസ് പറഞ്ഞിരിക്കുന്നത്. അന്നേ ദിവസം തന്നെ ഒരു കോമഡി എന്റർടൈനർ ആയിട്ട് മന്ദാകിനി എന്ന മൂവി റിലീസ് ആവുന്നുണ്ട്. അൽതാഫ് സലീമിനെ, അനാർക്കലി മരക്കാരനെ മെയിൻ ക്യാരക്ടർ ആക്കിക്കൊണ്ട് വിനോദ് ലീല സംവിധാനം ചെയ്യുന്ന മൂവിയാണ് മന്ദാകിനി. ആ കൂട്ടത്തിൽ തന്നെ ഹോളിവുഡ് മൂവി ആരാധകർ ഏറ്റവും എക്സ്പെക്ടേഷനോടുകൂടെ കാണുന്ന ഒരു മൂവി, മാഡ് മാക്സ് മൂവി ഫ്രാഞ്ചൈസിയുടെ ഒരു പ്രീക്വൽ മൂവിയായിട്ട് ഫ്യൂരിയോസ എന്നൊരു മൂവിയും റിലീസ് ആവുന്നുണ്ട്. ഹോളിവുഡ് മൂവി ആരാധകർ ഒട്ടുമിക്ക ആൾക്കാരും പോയി കാണാൻ സാധ്യതയുള്ള മൂവിയാണ് ഫ്യൂരിയോസ. അതുകൊണ്ട് തന്നെയാണ് ആ മൂവിനെ പറ്റി ഇവിടെ പറയുന്നതും. ശേഷം റിലീസ് ആവാനുള്ളത് മെയ് 31 ബോളിവുഡിൽ നിന്ന് വരുന്ന ബേബി ജോൺ എന്നൊരു മൂവിയാണ്. കീ എന്ന മൂവിക്ക് ശേഷം കാളിസ് ഡയറക്റ്റ് ചെയ്യുന്ന മൂവിയാണ്. ആറ്റ്ലി പ്രൊഡക്ഷൻസിന്റെ ബാനറിലാണ് മൂവി പുറത്തിറങ്ങുന്നത്. തെറി മൂവിയുടെ ബോളിവുഡ് റീമേക്ക് ആണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അറിയില്ല, അത് നമുക്ക് മെയ് 31 കണ്ടറിയാം.
അപ്പോൾ ഇതൊക്കെയാണ് മെയ് മാസത്തിൽ നമുക്ക് പറഞ്ഞിരിക്കുന്ന മെയിൻ ആയിട്ടുള്ള റിലീസുകൾ. ഇതിലെ ഒട്ടുമിക്ക മൂവീസും തിയേറ്ററിൽ പോയി തന്നെ കാണാൻ ശ്രമിക്കുന്നതാണ്. നിലവിലെ അപ്ഡേറ്റുകൾ അനുസരിച്ചുള്ള ലിസ്റ്റാണ് ഇപ്പോൾ പറയുന്നത്. അതിൽ ചേഞ്ച് വരാതിരിക്കാം, എക്സ്ട്രാ ആഡിങ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മെയ് മാസത്തിൽ ഇന്ത്യയിൽ തിയേറ്ററിക്കൽ റിലീസ് കാത്തിരിക്കുന്ന മൂവീസ്. ഇതിൽ ഏതൊക്കെ മൂവീസാണ് നിങ്ങൾ തിയേറ്ററിൽ പോയി കാണാൻ ആഗ്രഹിക്കുന്നതെന്ന് കമന്റ് സെക്ഷനിൽ ഒന്ന് പറയുക. കൂട്ടത്തിൽ ഇതിൽ ഉൾപ്പെടുത്താത്ത മൂവീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ പറയുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.